ഹായ് ഹലോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പാരമ്പര്യ തറവാടിത്തം വിളിച്ചോതുന്ന ഒരു വീട്ടിലാണ്. പണ്ടത്തെ ഓർമ്മയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വീട്ടിലേക്കാണ് വരാൻ പോകുന്നത്. ഇവിടെ അതിമനോഹരമാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ചെടികളാണ് കേട്ടോ. നോക്കിക്കേ, നല്ല രീതിയിൽ പുൽത്തകിടിയും നമുക്കൊരു പാർക്കിൽ വരുന്ന ഒരു പ്രതീതിയാണ് ഈ വീടിൻ്റെ ചുറ്റുപാട് നമുക്ക് നിരീക്ഷിച്ചാൽ. അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ നല്ല നല്ല ഇലച്ചെടികളെ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സജീവൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് സജീവൻ ചേട്ടനെ പരിചയപ്പെടാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഈ വഴിയോരത്തൊക്കെ നിറയെ ഇലച്ചെടികൾ കൊണ്ട് വെളുത്ത മണൽ കൊണ്ടും അതിമനോഹരമാക്കി ഇരിക്കുവാണ് ഈ അന്തരീക്ഷം തന്നെ. അപ്പോൾ നമുക്കിവിടെ ഇരുന്നാൽ ഒരു കവിതയും കഥയും ഒക്കെ വരും കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമാക്കിയാണ് സജീവൻ ചേട്ടൻ ഈ വീട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇലച്ചെടികളാണ് കേട്ടോ ധാരാളം. അപ്പോൾ ഓരോ മരത്തിൻ്റെ ചുറ്റിനും നല്ല പുൽത്തകിടികളാണ്. പുൽത്തകിടികൾ ഒരു തെങ്ങിൻ ചുവടാണെങ്കിൽ പോലും, ഒരു ഏത് വൃക്ഷമാണെങ്കിലും അത് ഒരു ജൈവ വൈവിധ്യം കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുൽത്തകിടി ഒരുക്കിയാണ് ഇവിടെ സജീവൻ ചേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ചുറ്റിനും നടന്ന് കാണത്തക്ക രീതിയിലുള്ള ഇലവർഗത്തിൽപ്പെട്ട ചെടികളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വീട്ടിലേക്ക് 2 വഴികളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും നമുക്ക് മനോഹരമായിട്ട് തോന്നിയിരിക്കുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഇലച്ചെടികൾ കൊണ്ട് തന്നെ ഒരു വേലി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളെക്കാളും നമ്മളെ നല്ല ഭംഗി വിളിച്ചോതുന്ന തരത്തിലുള്ള നല്ല ഒരു ഇലച്ചെടികൾ കൊണ്ട് തന്നെ വേലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നനയ്ക്കാനും ഇതെല്ലാം ചെയ്യാനും, അതായത് ഈ വീട് ഒരുക്കാനും എല്ലാം ഈ സജീവൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് സജീവൻ ചേട്ടനെ പരിചയപ്പെടാം. ആ ചേട്ടൻ്റെ പേര് സജീവൻ ചേട്ടൻ എന്നല്ലേ? ആ, അപ്പോൾ ചേട്ടന് എത്ര നാളായി ഈ ചെടികളൊക്കെ ഇതിനോടൊരു കമ്പം തോന്നിയിട്ട്? എൻ്റെ അച്ഛന് ഇഷ്ടമായിരുന്നു ഇതുപോലെയുള്ള ചെടികളൊക്കെ. അപ്പം ഞാൻ ഇത് ശരിക്കും നല്ല കലാപരമായിട്ടാണ് ചേട്ടൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ ഇതിനു മുമ്പ് വല്ല ഗാർഡനിങ് എന്തെങ്കിലും അങ്ങനെ? ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗാർഡൻ അത് സെറ്റ് ചെയ്തതിൽ കാണാനുണ്ട്. ഒരു കലാപരമായ കഴിവ് ഇതിൽ കാണാനുണ്ട്. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്? പെങ്ങളുണ്ട്. അപ്പോൾ പെങ്ങൾക്ക് പക്ഷേ ഇതൊന്നും ചെയ്യാൻ നേരമില്ല. സെറ്റ് ചെയ്യണത് ചേട്ടനാണ്. ഓക്കെ.
അപ്പോൾ ഇനി അപ്പം നഴ്സറിയിൽ നിന്നാണോ ഈ ചെടികളൊക്കെ വാങ്ങുന്നത്? ചെടികള് പിന്നെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കുറേ ചെടിയുണ്ട്, ചെടികളുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു കൊണ്ടുപോയി. അപ്പം എല്ലാം കൊണ്ടും അപ്പം നമ്മൾക്ക് ഇത് ശരിക്കും കണ്ണിന് ഒരു ആനന്ദകരമായ ഒരു കാഴ്ച സമ്മാനിച്ച സജീവൻ ചേട്ടന് കേട്ടോ വളരെ നന്ദി പറയുവാണ്. കാരണം നമുക്ക് ഇവിടെ ഞാൻ ഈ ഫീൽഡിൽ ഇവിടെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഉള്ളപ്പോഴൊക്കെ ഞാൻ കുറച്ച് നേരം ഈ വീട്ടിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നല്ലൊരു അന്തരീക്ഷം, ഈ അറ്റ്മോസ്ഫിയർ നന്നായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു പോസിറ്റീവ് എനർജി സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നന്ദിയുണ്ട് സജീവൻ ചേട്ടന്. അപ്പോൾ സജീവൻ ചേട്ടൻ ഇനിയും ഒത്തിരി ചെടികൾ ഇനിയും ഇതുപോലെ വയ്ക്കണം കേട്ടോ. ഇനിയും ഒന്നുകൂടെയൊക്കെ. ഓക്കെ, താങ്ക് യു.